ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എഫേസോസ് 3-ാം അധ്യായത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. 3-ാം അധ്യായത്തിൽ ടോട്ടൽ 21 വാക്യങ്ങളാണുള്ളത്. അതോടൊപ്പം തന്നെ 2 ഹെഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ഹെഡിങ് ആണ് വിജാതീയരുടെ അപ്പസ്തോലൻ. പൗലോസ്ലീഹനെ കുറിച്ചിട്ടാണ്. വിജാതീയരുടെ അപ്പോസ്തലൻ എന്നാണ് ആദ്യത്തെ ഹെഡിങ്. 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിൻ്റെ കീഴിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഹെഡിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വിജാതീയരുടെ അപ്പോസ്തലൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, വിശുദ്ധ പൗലോസ്ലീഹനെ വിജാതീയരുടെ അപ്പോസ്തലൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടിട്ട്? കാരണം പൗലോസ്ലീഹയുടെ പ്രവർത്തന മേഖലകൾ കൂടുതലും ഈ യഹൂദരല്ലാത്ത ആളുകളുടെ ഇടയിലായിരുന്നു. യഹൂദരല്ലാത്ത ആളുകളുടെ ഇടയിൽ യേശുക്രിസ്തുവിനെ പറ്റി പറയുകയും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും അവരെല്ലാവരെയും യേശുവിലേക്ക് അടുപ്പിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പറയുകയും. അപ്പോൾ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കൂടുതലും ഈ വിജാതീയരുടെ കൂടെയായിരുന്നു. അവരുടെ ഇടയിൽ യേശുവിനെ പ്രസംഗിച്ചും അവരെ യേശുവിലേക്ക് അടുപ്പിച്ചും അവരെ യേശുവിൻ്റെ അംഗങ്ങളാക്കി മാറ്റിയൊക്കെയാണ് നമ്മുടെ പൗലോസ്ലീഹ തൻ്റെ അപ്പോസ്തല ജീവിതം അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടിട്ടാണ് വിശുദ്ധ പൗലോസ്ലീഹനെ നമ്മൾ വിജാതീയരുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് 3-ാമത്തെ അധ്യായം ഇരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഇക്കാരണത്താൽ എന്നുള്ള വാക്ക് വെച്ചിട്ട് ഈ ഒരു അധ്യായം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, പൗലോസ്ലീഹ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇത് പൗലോസ്ലീഹ ഡയറക്റ്റ് അവരോട് പറയുന്നതല്ല, ലെറ്റർ എഴുതുന്നതാണ് അല്ലേ. അത് എഴുതുന്ന കാലഘട്ടം എന്ന് പറയുന്നത് റോമിൽ വെച്ചിട്ട് കാരാഗ്രഹവാസം അനുഭവിക്കുന്ന സമയത്താണ് എഫെസോസിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലെറ്റർ പൗലോസ്ലീഹ എഴുതുന്നതായിട്ട് പറയപ്പെടുന്നത്. എന്തുകൊണ്ടിട്ടാണ് ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റിലേക്ക് പോകുന്തോറും നമുക്കത് വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം കാരാഗ്രഹത്തിലാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസം കൈവിടരുത്, നിങ്ങൾ പൂർവോപരി ധൈര്യശാലികളായിരിക്കണം എന്നൊക്കെ വാഗ്ദാനങ്ങളും ഉറപ്പുകളൊക്കെ പൗലോസ്ലീഹ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ സമയത്തേക്ക് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ആ ഒരു കോണ്ടെക്സ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നത് റോമിൽ കാരാഗ്രഹവാസം അനുഭവിക്കുന്ന സമയത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ 2-ാമത്തെ അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ് 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. ആ 2-ാമത്തെ അധ്യായം നമ്മൾ എൻഡ് ചെയ്തത് എങ്ങനെയാണ്? യേശു ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നാണ്. അവിടെ വിജാതീയരെന്നോ യഹൂദരെന്നോ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ ഒന്നും ഡിഫറൻസ് ഇല്ല. എല്ലാവരും ഒരേ ഭവനത്തിലെ അംഗങ്ങളാണ്. ശത്രുത ഉള്ളവരെ യേശുക്രിസ്തു വഴി ഒന്നിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വലിയൊരു മിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു വലിയൊരു രഹസ്യം, നിഗൂഢത, അതൊക്കെ വിജാതീയരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് 3-ാമത്തെ അധ്യായം. അതുകൊണ്ടിട്ടാണ് ഇക്കാരണത്താൽ 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞ ആ കാരണങ്ങളാൽ വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന, എന്താ പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ. ഓക്കെ, അപ്പോൾ ഇക്കാരണത്താൽ, നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ, 2-ാം അധ്യായത്തിൻ്റെ അവസാനങ്ങളിൽ പറഞ്ഞ കാരണങ്ങളാൽ വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി, എഫേസോസിലെ ജനങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി. ആരെ പ്രതിയാണ് പൗലോസ്ലീഹ തടവുകാരനായത്? യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു എന്ന പേരിലാണ് തടവുകാരനായേക്കണേ അല്ലേ. അപ്പോൾ യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അവർ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്, എഫേസോസിലെ വിജാതീയരായ ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. എന്താ ഓർമ്മിപ്പിക്കുന്നത്? വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനാക്കപ്പെട്ട ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് കൈകാര്യം ചെയ്യുന്നത് പൗലോസ്? ദൈവകൃപ. ആർക്ക് വേണ്ടിയിട്ട്? വിജാതീയർ, എഫേസോസിലുള്ള വിജാതീയരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. എങ്ങനെയുള്ള പൗലോസ്? തടവുകാരനായ പൗലോസ്. ആർക്ക് വേണ്ടി തടവുകാരനായി? യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്ന. ഓക്കെ, അപ്പോൾ 1ഉം 2ഉം വാക്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ മുൻപ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ, ഞാൻ ഇതിനു മുൻപും നിങ്ങൾക്ക് ചുരുക്കമായി എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. എന്താ പറയുന്നത്? രഹസ്യം എനിക്ക് അറിവായത്. എന്താണ് ആ രഹസ്യം? ആ രഹസ്യം എന്ന് പറയുന്നത്, യഹൂദന്മാരല്ലാത്ത ആളുകളും ദൈവത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലും ദൈവരാജ്യത്തിലെ ഭവനത്തിലും ഒരേപോലെയാണ്. ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന
എല്ലാ കാര്യങ്ങളും അവർക്ക് ലഭിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ഒരുപോലെയാണ്. അവിടെ യഹൂദരെന്നോ വിജാതീയനെന്നോ ഒരു ഡിഫറൻസുമില്ല. യഹൂദന്മാർക്ക് പിഞ്ചെല്ലുന്ന അതേ പൈതൃകങ്ങൾ തന്നെയാണ് ആർക്കും ഉള്ളത്, വിജാതീയർക്കും ഉള്ളത്. മനസ്സിലായോ? ഇത് വലിയൊരു രഹസ്യമാണ്. ഈ രഹസ്യം എനിക്ക് വെളിവായത് വെളിപാട് വഴിയാണ്. ഓക്കെ, എനിക്ക് ദൈവം നൽകിയ വെളിപാട് വഴിയാണ് ഈ വലിയ രഹസ്യം എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഇതാണ് പൗലോസ്ലീഹ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. രഹസ്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിജാതീയരും യഹൂദരും ഒന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഇവർ രണ്ടുപേരും അനുഭവിക്കുന്ന ആ വലിയ പദ്ധതിയുടെ ഭാഗവും ഒന്നാണ്. ഇവർക്ക് രണ്ടുപേർക്കും ലഭിക്കുന്ന ദൈവ അനുഗ്രഹവും ഒന്നാണ്. മനസ്സിലായോ? ഇതാണ് 3-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത്. 4-ാമത്തെ വാക്യത്തിൽ അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ബ്രീഫായിട്ട് എഴുതിയ ആ ലെറ്റർ വായിക്കുമ്പോൾ, അത് നിങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ലഭിച്ച ആ ഒരു ഉൾക്കാഴ്ച, വെളിപാട് നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മുൻപ് വളരെ ചുരുക്കത്തിൽ ബ്രീഫായിട്ട് എഴുതിയിട്ടുണ്ട്. വെളിപാട് വഴിയാണ് ആ വലിയ രഹസ്യം എനിക്ക് അറിയാൻ സാധിച്ചത്. എൻ്റെ ലെറ്റർ വായിക്കുമ്പോൾ, ഞാൻ എഴുതിയത് നിങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് ലഭിച്ച ഉൾക്കാഴ്ച നിങ്ങൾക്കും മനസ്സിലാകും. ആ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ച ഉൾക്കാഴ്ച നിങ്ങൾക്കും മനസ്സിലാവും. അതാണ് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇനി ആ രഹസ്യത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റ് തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഇതിന് മുന്നത്തെ ഉണ്ടായിരുന്ന തലമുറയിൽ ആർക്കും ഇത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ദൈവം ആർക്ക് മാത്രമാണ് ഇത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്? വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും രണ്ടാമത്തത് പ്രവാചകന്മാർക്കും. ആർക്കാണ്? വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും. എപ്പോഴാണ്? ഇപ്പോൾ. അവർക്ക് വെളിവാക്കി കൊടുത്തത് എപ്പോഴാണ്? ഇപ്പോൾ. പക്ഷേ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആര് വഴിയാണ് അവർക്കിത് വെളിവാക്കപ്പെട്ടത്? പരിശുദ്ധാത്മാവ് വഴി. പരിശുദ്ധാത്മാവ് വഴിയാണ് ദൈവം ഈ രഹസ്യത്തെക്കുറിച്ച്, ക്രിസ്തുവിലുള്ള ഈ രഹസ്യത്തെക്കുറിച്ച് ദൈവം അപ്പോസ്തലന്മാർക്കും ഒപ്പം പ്രവാചകന്മാർക്കും വെളിവാക്കി കൊടുത്തത്. പക്ഷെ അത് മറ്റ് തലമുറയിലെ മനുഷ്യന്മാർക്ക് ഇതുവരെ വെളിവാക്കി കൊടുത്തിട്ടില്ല. ഓക്കെ, ഇതാണ് 5-ാമത്തെ വാക്യത്തിൽ ഈ രഹസ്യത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി ഈ വെളിപാടനുസരിച്ച് ആ രഹസ്യം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് 6-ാമത്തെ വാക്യത്തിൽ. ഈ വെളിപാടനുസരിച്ച് വിജാതിയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാഗുക്കളുമാണ്. എന്തൊക്കെയാണ്? 3 പ്രത്യേകതകളാണ് പറയുന്നത്. വിജാതിയരും യഹൂദന്മാരെ പോലെ എന്ത് തന്നെയാണ്? കൂട്ടവകാശികളാണ്. യഹൂദന്മാരെ പോലെ കൂട്ടവകാശികളാണ്. 2, ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഒരുപോലെ യഹൂദന്മാരെ പോലെ തന്നെ അംഗങ്ങളാണ് വിജാതീയരും. 3 പറയുന്നത് സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാഗുക്കളുമാണ്. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? കൂട്ടവകാശികളാണ് വിജാതീയർ. 2 പറയുന്നത് എന്താണ്? വിജാതീയർ ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളാണ്, യഹൂദരെ പോലെ തന്നെ. 3 പറയുന്നത് സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാഗുക്കളുമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തു നമുക്ക് എന്തൊക്കെ, യഹൂദർക്കോ വിശ്വാസികൾക്കോ എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ അതേ വാഗ്ദാനങ്ങൾ തന്നെ ആർക്കും നൽകിയിട്ടുണ്ട്? വിജാതിയർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന വലിയ വാഗ്ദാനം എന്താണ്? യേശുക്രിസ്തുവിലൂടെ അവസാന യാത്രയിൽ നമ്മൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തും. യേശുക്രിസ്തുവിലൂടെ പിതാവിൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ നമ്മൾക്ക് സാധിക്കും. ഈ വലിയ വാഗ്ദാനം യഹൂദർക്കും വിശ്വാസികൾക്കും നൽകിയതുപോലെ തന്നെ വിജാതിയർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. അതാണ് സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാഗുക്കളുമാണ് ആര്? വിജാതിയർ. ഈ 3 കാര്യങ്ങളും ആര് എക്സ്പ്ലെയിൻ ചെയ്തു? പൗലോസ്ലീഹ ഡിഫൈൻ ചെയ്ത് പറയുകയാണ്. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇതിൻ്റെ ഒരു ശുശ്രൂഷകനാണ് ഞാൻ. ഈ രഹസ്യം വെളിവാകപ്പെടണം, അല്ലെങ്കിൽ ഈ രഹസ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് ഞാൻ, ദാസനാണ് ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ആളാണ്. പക്ഷെ വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ മഹത്വമല്ല, ഓക്കെ, അത് എൻ്റെ വലിപ്പമല്ല എന്ന്
വളരെ ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പൗലോസ് ലീഹ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. കണ്ട, ഞാൻ ഈ സുവിശേഷത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനായി. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ കൃപാവരത്താൽ. ദൈവം പ്രത്യേകമായിട്ട് എന്നിൽ കൃപ ചൊരിഞ്ഞത് കൊണ്ടിട്ട് ഞാൻ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത്. അപ്പം ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച കൃപാവരത്താലാണ് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനാകാൻ എനിക്ക് സാധിച്ചത്. ഇനി എങ്ങനെയാണ് എനിക്ക് കൃപാവരം ദൈവത്തിൽ നിന്ന് കിട്ടിയത്? അതും ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. എന്താണ്? ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ, എപ്രകാരമുള്ള ശക്തിയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അവിടെയും പൗലോസ് ലീഹ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുകയാണ്. മനസ്സിലായോ? തന്നെ താഴ്ത്തി തനിക്ക് ഈ ശക്തി നൽകി അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിലേക്ക് തന്നെ നിയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ കൃപയെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് 7-ാമത്തെ വാക്യത്തിൽ തൻ്റെ വലിപ്പമല്ല, മറിച്ച് ദൈവശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ദൈവത്തിൻ്റെ കൃപ എന്നിൽ കിട്ടിയത് കൊണ്ടിട്ടാണ് എനിക്ക് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനാകാനായിട്ട് സാധിച്ചത്. ഒരു സാക്ഷ്യം പറയലാണ് പൗലോസ് ലീഹ 7-ാമത്തെ വാക്യത്തിൽ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ഈ ശുശ്രൂഷകൻ്റെ ഡ്യൂട്ടി എന്താണ്? ദൈവം ചൊരിഞ്ഞ ആ കൃപാവരത്തിൽ താൻ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. ഇനി ശുശ്രൂഷകൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളതാണ് 8-ാമത്തെയും 9-ാമത്തെയും വാക്യത്തിൽ പറയുന്നത്. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാൻ. എന്ത് പ്രസംഗിക്കാനാണ്? വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത, ഈസി ആയിട്ട് തേടിപ്പോവാൻ പറ്റാത്ത സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാൻ. ഈ സമ്പന്നത എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല, സ്പിരിച്വൽ ആയിട്ടുള്ള സമ്പന്നത. അപ്പോൾ ക്രിസ്തുവിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത, ഒറ്റയ്ക്ക് ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാൻ. അപ്പോൾ ആദ്യം എന്താണ്? വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാൻ. രണ്ടാമത് പറയുന്നത്, സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസാരനായ എനിക്ക് നൽകപ്പെട്ടു. അപ്പോൾ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ വരം നൽകിയത്. ഒന്ന്, വിജാതീയരോട് പ്രസംഗിക്കാൻ. എന്ത്? ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച്. രണ്ടാമത് പറയുന്നത് എന്താണ്? നമ്മുടെ ദൈവത്തിൽ നിഗൂഢമായി നിന്നിരുന്ന യുഗങ്ങളോളം, കാരണം മറ്റു തലമുറയിലെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത്രയും നിഗൂഢമായി നിന്നിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാൻ. എന്താ പറയുന്നത്? ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനുതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസാരനായി എനിക്ക് നൽകപ്പെട്ടു. അപ്പം സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം, ദൈവത്തിന് നൽകുന്ന വിശേഷണം എന്താണ്? സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം, ദൈവത്തിലെ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ പാകത്തിന് ഉള്ളൊരു വരം, അത് ആർക്കാണ് നൽകപ്പെട്ടത്? വിശുദ്ധരെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസാരനായ പൗലോസായ എനിക്കാണ് നൽകപ്പെട്ടത്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്? വിജാതീയരോട് പ്രസംഗിക്കാൻ, ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാൻ. രണ്ടാമത് എന്താണ്? സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി നിന്നിരുന്ന രഹസ്യങ്ങളുടെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാൻ ഉതകുന്ന വരം. അതാർക്കാ ലഭിച്ചത്? വിശുദ്ധന്മാരിൽ ഏറ്റവും നിസാരനായ അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹയ്ക്ക്. ഇനി എന്തിനാണ് അത്തരത്തിലുള്ള ഒരു വരം പൗലോസ് ശ്ലീഹയ്ക്ക് കൊടുത്തത്? വ്യക്തമാക്കി സകല സൃഷ്ടികളുടെയും ദൈവമായ കർത്താവിൽ നിൽക്കുന്ന, നിഗൂഢമായി നിൽക്കുന്ന ആ വലിയ രഹസ്യത്തിൻ്റെ പ്രവർത്തനം എന്തിനു വേണ്ടി ആയിരിക്കണം മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ടത്? അതിനുള്ള ഉത്തരമാണ് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് വ്യക്തമാക്കേണ്ടത്? സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. അപ്പോൾ പൗലോസ് ലീഹന അതിനുവേണ്ടി സെലക്ട് ചെയ്തത് എന്തിനാണ്? സ്വർഗത്തിൽ ഉള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സ്വർഗത്തിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലുള്ള നല്ലതും ചീത്ത. ഇപ്പം സ്വർഗത്തിൽ തന്നെ മാലാഖമാരുണ്ടെന്ന് പറയുന്നുണ്ട്.
അതിൽ തന്നെ നല്ലതുമുണ്ട്, ഗുഡുമുണ്ട്, ബാഡുമുണ്ട്. ഓക്കെ, നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ശക്തികൾക്ക് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അധികാരങ്ങൾക്ക് ദൈവത്തിൻ്റെ പവർ വ്യക്തമാക്കി കൊടുക്കണം. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ടാണ് പൗലോസ്ലീഹയിലൂടെ ആ വലിയ നിഗൂഢത വ്യക്തമാക്കാൻ പോകുന്നത്. ആ വലിയ രഹസ്യത്തിൻ്റെ നിഗൂഢത വ്യക്തമാക്കാനായിട്ട് ദൈവം റെഡിയായത്. അപ്പം എന്താ പറയുന്നത്? സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും എന്തിലൂടെ? സഭയിലൂടെ, ഭൂമിയിൽ കെട്ടപ്പെടുന്ന സഭയിലൂടെ. ആ സഭയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? നാം ഓരോരുത്തരും. സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം, എല്ലായിടത്തുമുള്ള ജ്ഞാനം. ഓക്കെ, ദൈവത്തിൻ്റെ ഒരു മൾട്ടിഫോൾഡ് വിസ്ഡം, ഓക്കെ, ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ഇപ്രകാരം ചെയ്തത്. ഓക്കെ, അപ്പോൾ പൗലോസ്ലീഹയ്ക്ക് ആ പ്രത്യേക വരം കൊടുത്തത് എന്തിനാണ്? സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ, ഭൂമിയിൽ കെട്ടപ്പെടുന്ന സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ഇപ്രകാരം ചെയ്തത്. ഭൂമിയിൽ കെട്ടപ്പെടുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലുള്ള ഓരോ വ്യക്തികളും അതിൽ അംഗങ്ങളാണ്. പക്ഷെ അതിൻ്റെ മെയിൻ സോഴ്സ് ആരാണ്? സ്വർഗീയം തന്നെയാണ്. ക്രിസ്തുവാണ് അതിൻ്റെ മൂലക്കല്ല്. ഓക്കെ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ് അതിൻ്റെ അടിത്തറ. അതിൻ്റെ കല്ലുകളാണ്, മുകളിലേക്ക് പോകുന്ന കല്ലുകളാണ്, ആ ബിൽഡിംഗ് ഉണ്ടാക്കാനായിട്ടുള്ള കല്ലുകളാണ് നാം ഓരോരുത്തരും. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് പൗലോസ്ലീഹയ്ക്ക് ദൈവം ആ വലിയ വരം കൊടുത്തിരിക്കുന്നത്. ഇനി എന്തിനായിരിക്കും അങ്ങനെ വ്യക്തമാക്കേണ്ടത്? സ്വർഗീയ ശക്തികൾക്ക് ദൈവം അത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടിട്ടാണ്? അതിനുള്ള ഉത്തരമാണ് 11ാമത്തെ വാക്യം. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിനനുസൃതമാണ്. അപ്പം എന്തിനനുസൃതമാണ്? ദൈവം നമ്മുടെ യേശു ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട ഉദ്ദേശത്തിനനുസൃതമാണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം തൻ്റെ ജനങ്ങളെ രക്ഷിക്കാനായിട്ട് ആരിലൂടെയാണ്? യേശുക്രിസ്തുവിലൂടെ. യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും രക്ഷ നൽകുന്നതും യേശുക്രിസ്തുവിലൂടെയാണ് ഒരേ ശരീരത്തിലെ ഒരേ ഭവനത്തിലെ അംഗങ്ങളാക്കി നമ്മളെ മാറ്റിയതും. അപ്പം യേശുക്രിസ്തുവിലൂടെ ദൈവം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ള ഉദ്ദേശത്തിനൊരു പ്രത്യേകതയുണ്ട്, നിത്യമായ ഉദ്ദേശം. മനസ്സിലായോ? അപ്പം ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ള ദൈവത്തിൻ്റെ, അതാണ് അവിടുത്തെ ദൈവത്തിൻ്റെ നിത്യമായ ഉദ്ദേശത്തിനനുസൃതമാണ്. ഓക്കെ, ഇതിനനുസൃതമാണ് പൗലോസ്ലീഹയ്ക്ക് ഈ വരം നൽകപ്പെട്ടതും പൗലോസ്ലീഹ അതിലൂടെ ഈ രഹസ്യം വെളിപ്പെടുത്തുന്നതും. ഈ നിത്യമായ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്നാണ്? നമ്മളെ രക്ഷിക്കുക, ദൈവരാജ്യം സ്വന്തമാക്കി കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ദൈവത്തിൻ്റെ വലിയ ലക്ഷ്യം ദൈവം പൂർത്തീകരിച്ചത് ആരിലൂടെയാണ്? യേശുക്രിസ്തുവിലൂടെ. പക്ഷേ ഇത് പാസ്റ്റാണ്. യേശുക്രിസ്തുവിലൂടെ അത് പൂർത്തീകരിച്ചു. പക്ഷെ അതിൻ്റെ എഫക്റ്റ് നിത്യമാണ്. ഇനി എത്ര തലമുറകൾ വരുന്നോ അത്രയും തലമുറയിൽ ദൈവം യേശുക്രിസ്തുവിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ള ആ വലിയ കാര്യം അല്ലെങ്കിൽ ആ വലിയ ഉദ്ദേശം നിറവേറിക്കൊണ്ടേയിരിക്കും, നിത്യമായി നിറവേറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടിട്ടാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിച്ച ആ പ്രവർത്തനം അല്ലെങ്കിൽ സാക്ഷാത്കരിച്ച ആ ഉദ്ദേശം ഇന്നും 2000 വർഷങ്ങൾക്ക് ഇപ്പുറം നിത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മുടെ സഭ പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, നിൽക്കുന്നില്ല. വീണ്ടും സഭയിലേക്ക് ജ്ഞാനസ്നാനത്തിലൂടെ അംഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിത്യമായ ഉദ്ദേശമാണ്. ഓക്കെ, അതിന് എൻഡില്ല, എറ്റേണൽ ആയിട്ടുള്ള പ്ലാനാണ്. അതിനൊരു ബ്രേക്കില്ല. എത്ര തലമുറകൾ വരുന്നോ അത്രയും തലമുറകളിലും ഈ ഉദ്ദേശം നിറവേറപ്പെടും. ഓക്കെ, ഈ ഉദ്ദേശത്തിൻ്റെ എഫക്റ്റ് നിറവേറപ്പെടും. 12ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹയുടെ കോൺഫിഡൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവനിലുള്ള വിശ്വാസം മൂലം, ആരിലുള്ള വിശ്വാസം മൂലം? ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും. ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് ഒന്നാമത് കിട്ടുന്നത് എന്താണ്? ആത്മധൈര്യം, കോൺഫിഡൻസ്. രണ്ടാമത് കിട്ടുന്നത് എന്താണ്? ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശ. എന്താണ്? യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് കിട്ടും? കോൺഫിഡൻസ് കിട്ടും. രണ്ടാമത്തത് എന്താണ്? ദൈവത്തെ സമീപിക്കാൻ സാധിക്കും. കാരണം യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച ഡെഫിനറ്റായിട്ടും ദൈവത്തിൻ്റെ സമീപിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളൊരു പ്രത്യാശയും നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒക്കെ മൂലക്കൽ എന്താണ്? ക്രിസ്തുവിലുള്ള വിശ്വാസം. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹയുടെ ആ ഒരു കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത് 12ാമത്തെ വാക്യത്തിൽ. അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. 13ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ അവരെ ആശ്വസിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. നിങ്ങളെ പ്രതി ഞാനിപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, കാരാഗ്രഹത്തിലാക്കപ്പെടുന്നുണ്ട്.
പക്ഷെ അതോർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. കാരണം ഈ പീഡനങ്ങളാണ് നിങ്ങളെ മഹത്വത്തിലേക്ക് നയിക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങളാണ് നിങ്ങളെ മഹത്വത്തിലേക്ക് നയിക്കുവാനായിട്ട് പോകുന്നത്. അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യത അനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്നിട്ട് പറയാണ്, ഈ പീഡകളത്ര നിങ്ങളുടെ മഹത്വം. ഇതാണ് നിങ്ങളെ മഹത്വത്തിലേക്ക് നയിക്കാനായിട്ട് പോകുന്ന ഫാക്ടർ. അതുകൊണ്ട് നിങ്ങൾ ഞാൻ അനുഭവിക്കുന്ന പീഡകളെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും വിഷമിക്കരുത്. ഓക്കെ, ഹൃദയവ്യത അനുഭവിക്കരുത്. രണ്ടാമത്തെ ഹെഡിങ് ആണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിൻ്റെ കീഴിലുള്ളത്. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നാണ് ഹെഡിങ്. ഇതിൽ 14, 15 വാക്യങ്ങൾ ഒരുമിച്ച് പഠിക്കണം. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അപ്പോൾ ഇവിടെ പൗലോസ്ലിഹ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. ദൈവത്തിൻ്റെ വിശേഷണമാണ് പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ എന്ന് വെച്ചാൽ മനുഷ്യവംശത്തിൻ്റെ തന്നെ പിതാവ് ആരാണ്? ദൈവമാണ്. എല്ലാ മനുഷ്യവംശത്തിൻ്റെയും പിതാവ് ദൈവമാണ്. അത് ഭൂമിയിലായിക്കോട്ടെ സ്വർഗത്തിലായിക്കോട്ടെ. പാരൻ്റ് ഓഫ് ഹ്യൂമാനിറ്റി അതാരാണ്? ദൈവമാണ്. അത്തരത്തിലുള്ള ദൈവത്തിന് മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. ദൈവത്തിന് പകരം ഇവിടെ ഉപയോഗിച്ചേക്കുന്ന വാക്ക് ഏതാണ്? പിതാവിൻ്റെ മുൻപിൽ. ഓക്കെ, ഇനി ഇക്കാരണത്താൽ എന്നുദ്ദേശിച്ചത് എന്തായിരിക്കും? ഞാൻ അനുഭവിക്കുന്ന പീഡനങ്ങളാൽ. ഓക്കെ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാണ്. പൗലോസ്ലീഹ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഒന്നാമത്തെ കാര്യമാണ്, അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും. എന്താ പറയുന്നത്? നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ, ഉള്ളിൽ സ്പിരിച്വൽ മനുഷ്യൻ, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളല്ല, നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ ആയിട്ടുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തണം. എപ്രകാരം ദൈവം ശക്തിപ്പെടുത്തണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോണേ? അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ. എന്താ പറയുന്നത്? ദൈവം തൻ്റെ ആത്മാവിലൂടെ. അതും എപ്രകാരമാണ്? ദൈവത്തിൻ്റെ മഹത്വത്തിന് യോജിച്ച വിധം. ഓക്കെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകത്തക്ക വിധം ദൈവത്തിൻ്റെ ആത്മാവിലൂടെ നിങ്ങളിലെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പൗലോസ്ലീഹ പ്രാർത്ഥിക്കാമെന്ന് അഷ്യൂർ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണിത്. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും. ഇപ്പോൾ എന്തുകൊണ്ടിട്ടാണ് അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് എന്ന് പറയുന്നത്? ദൈവം ഭൂമിയിൽ ഓരോ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയുള്ളൂ. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ഇങ്ങനെ സമ്പന്നമായിക്കൊണ്ടിരിക്കണം, വളർന്നുകൊണ്ടിരിക്കണം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിലോ എവിടെയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സാക്ഷ്യം പറയാൻ മടിക്കുന്ന ഒരാളിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കില്ല. കാരണം സാക്ഷ്യം പറഞ്ഞില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നില്ല. സാക്ഷ്യം പറഞ്ഞാൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ അറിയുള്ളൂ, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുള്ളൂ. അതുകൊണ്ട് സാക്ഷ്യം പറയാൻ മടിക്കുന്ന ഒരാളിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കില്ല, ഒരാളിലും ദൈവം അടയാളങ്ങളിടില്ല. എപ്പോഴും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും അടയാളങ്ങൾ ചെയ്യുന്നതും സാക്ഷ്യം പറയുന്നവൻ്റെ ജീവിതത്തിലാണ്. എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും. എന്താ രണ്ടാമത്തെ കാര്യം? വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും. ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. 3 കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, ദൈവത്തിനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ദൈവം ശക്തിപ്പെടുത്തട്ടെ, അവൻ്റെ ആത്മാവിലൂടെ ശക്തിപ്പെടുത്തട്ടെ. എന്തിന്? അവൻ്റെ സമ്പന്നതയുടെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയുന്നത് എന്താണ്? വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിച്ച ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ്? നിങ്ങൾക്ക് സ്നേഹത്തിൽ
വേര് പാകി അടിത്തറ ഉറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എഫെസോസിലെ വിജാതീയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നമ്മുടെ പൗലോസ് ശ്ലീഹ അഷ്യൂർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ശക്തി ലഭിക്കാനായിട്ട് ഒരു കാര്യവും കൂടി വാഗ്ദാനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്നും കൂടി ആശംസിക്കുന്നുണ്ട് പൗലോസ് ശ്ലീഹ. എന്തിനാണ്? എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ, നിങ്ങൾ വേര് പാകിയ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും അറിയാൻ, ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. നിസ്സാര കാര്യമല്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാമെന്ന് പറയുന്നത് അത്രയും വിശുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടിട്ടാണ് വിശുദ്ധരോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ഇതെന്തുകൊണ്ടിട്ടാണ് അത്രയും വിശുദ്ധം എന്ന് പറയാൻ കാര്യം, നമ്മളുടെ ഭൂരിഭാഗം ആളുകൾ നമ്മളുടെ ഇല്ലായ്മയെക്കുറിച്ചാണ് എപ്പോഴും വറീഡായിട്ടിരിക്കുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടിട്ടാണ്? നമ്മൾക്ക് ഈശോ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളുടെ, അല്ലെങ്കിൽ ഈശോ നമ്മളോട് കാണിച്ച, ക്രിസ്തു നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും അറിയാത്തത് കൊണ്ടിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളെപ്പോഴും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇല്ലേ കൂട്ടത്തിൽ? നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? അവർ മനസ്സിലാക്കി കഴിഞ്ഞു ക്രിസ്തു അവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവരനുഭവിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടിട്ട് അവരെപ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. അതെപ്പോഴാണ് നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ. അപ്പോൾ അത് വലിയ വിശുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതുകൊണ്ടിട്ടാണ് വിശുദ്ധരോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്ന് പൗലോസ് ശ്ലീഹ ആശംസിക്കുന്നത്. ഇനി ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയും സ്നേഹത്തിലൂടെ നമ്മൾക്ക് എന്ത് ലഭിക്കും എന്നുമാണ് 19ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അറിവിനെ അതിശയിക്കുന്ന, നമ്മൾക്കുള്ള എല്ലാ അറിവുകളുടെയും അപ്പുറമാണ്. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ അറിവുകളും അതിശയിച്ചു പോകുന്ന തരത്തിലാണ് ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ളത്. അപ്പോൾ അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും, ഒപ്പം ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഗിഫ്റ്റും കൂടി കിട്ടും. അതെന്താണ്? ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. കംപ്ലീറ്റ് പെർഫെക്റ്റ് മനുഷ്യരാകാൻ ഇടവരട്ടെ. അവിടെ ആരാണ് ഇടപെടുന്നത്? ദൈവം. പക്ഷെ നമ്മൾ എന്തറിയണം? ക്രിസ്തുവിൻ്റെ സ്നേഹം. അപ്പോൾ അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. വീണ്ടും ആശംസിക്കുകയാണ്. 20ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന. അപ്പം എന്താ പറയുന്നത്? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി, ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മൾ ചോദിക്കുകയും നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക്, ആർക്ക്? ദൈവത്തിന്, സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിട്ടാണ് പൗലോസ് ശ്ലീഹ ഈ അധ്യായം നിർത്തുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. ഓക്കെ, വെറുതെ നിൽക്കുന്ന ഒരാൾക്ക് ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ദൈവം കൊടുക്കില്ല. മറിച്ച് ഒരു ശക്തി നമ്മളിൽ ഉണ്ടാവണം. ആ ശക്തി ലഭിക്കുന്ന കാര്യങ്ങളാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ വീതി, നീളം, ഉയരം, ആഴം എല്ലാം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് ആ ശക്തി വരുള്ളൂ. സ്നേഹത്തിൽ വേരുറയ്ക്കണം. ഇതൊക്കെ ചെയ്താലേ ആ ശക്തി നമ്മുടെ ഉള്ളിൽ വരുള്ളൂ. അങ്ങനെ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവത്തിന്, അതാണ് അവിടത്തേക്കെന്ന് ഉദ്ദേശിക്കുന്നത്, സഭയിലും യേശുക്രിസ്തുവിലും. എവിടേക്കാണ് മഹത്വം ഉണ്ടാവേണ്ടത്? സഭയിലും യേശുക്രിസ്തുവിലും ഇന്നും നാളെയും മാത്രമല്ല, തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ അധ്യായം. നിങ്ങൾക്ക് ഈ അധ്യായ ഭാഗം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.